കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം ഡോക്ടർ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, സ്കാൻ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫാമിലി ട്രീയെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സത്യഭാമ ഒന്ന് ചോദിക്കുകയാണ്, അപ്പോൾ റിപ്പോർട്ടുകളൊന്നും കാണണ്ടേന്ന്. അന്നേരം വേണ്ട, എനിക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി എന്ന് ഡോക്ടർ പറയുകയാണ്. തുടർന്ന് സത്യഭാമ പരിചയപ്പെടുത്തുകയാണ്. രാഘവേട്ടനെ ഡോക്ടർക്ക് മനസ്സിലായല്ലോ, പിന്നീട് ഇത് എൻ്റെ മകൻ വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു ഡോക്ടർക്ക് കൈ കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, സത്യഭാമയുടെ മകന് വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാമല്ലോ എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. തുടർന്ന് ഇഷ്ടമില്ലാതെ തന്നെ ശാലിനിയെ നോക്കിയിട്ട് സത്യഭാമ പറയുകയാണ്, ഇത് അവൻ്റെ ഭാര്യയാണെന്ന്. അന്നേരം ശാലിനി ഇങ്ങനെ നമസ്കാരം പറയുകയാണ് ഡോക്ടർക്ക്. തുടർന്ന് ഡോക്ടർ ശാലിനിയെ ഒരു നിമിഷം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരുപാട് അവഗണനയും അധിക്ഷേപങ്ങളും വേദനയും ഒക്കെ സഹിക്കേണ്ടി വരുന്നുണ്ടല്ലേ, സാരമില്ലടോ, ഒക്കെ ശരിയാവുമെന്ന് പറയുകയാണ്. അത് സത്യഭാമ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് അർജുനെ നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ്, ഇത് ആ കുട്ടിയുടെ ഭർത്താവാണെന്ന് എനിക്ക് മനസ്സിലായി, ആ കുട്ടിക്ക് സംഭവിച്ച എല്ലാ വേദനകളും അയാളുടെ കണ്ണുകളിൽ കാണാം. ബി കൂൾ മാൻ, ഞാൻ സുഖമാക്കി തരാം, പേഷ്യൻറ്റിനെ റെഡിയാക്കി തരാം എന്ന് തന്നെ ഡോക്ടർ പറയുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, ഇയാൾ അവളെ ശരിയാക്കുമെന്നോ, ഇനി ഇപ്പോൾ തന്നെ പോയി അവളുടെ കഴുത്ത് ഞെരിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത നീക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വിരൽ സുസ്മിതയ്ക്ക് നേരെ ചൂണ്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ നിൽക്കുന്ന കഥാപാത്രത്തെ മാത്രം എനിക്ക് മനസ്സിലായില്ല എന്ന്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, ഇയാളിപ്പോൾ എപ്പോൾ എന്നെ കണ്ടു എന്ന് പറഞ്ഞ് ചിന്തിച്ചേക്കുകയാണ്. തുടർന്ന് എല്ലാവരും സുസ്മിതയെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ രാഘവൻ നായരും പറയുകയാണ്, ഇവളിവിടെ നിപ്പുണ്ടായിരുന്നോ എന്ന്. തുടർന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് എന്നിങ്ങനെ സത്യഭാമ പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് ഡോക്ടറങ്ങ് പറയുകയാണ്, നെഗറ്റീവ് ഫോഴ്സിനെ അകറ്റി നിർത്തുന്നതാണ് നല്ലത്, അത് വ്യക്തിയായാലും വീട്ടിൽ നിന്നായാലും ആരായാലും അതിനെ അകറ്റി നിർത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് സത്യഭാമയ്ക്ക് മാത്രം മനസ്സിലാകുന്നില്ല, സുസ്മിതയാണ് പറഞ്ഞതെന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലാവുകയാണ്. തുടർന്ന് ഡോക്ടർ ചോദിക്കുകയാണ്, ഇവിടെ വേറൊരു പെൺകുട്ടി കൂടി ഉണ്ടല്ലോ എന്ന്. അന്നേരം ആരാ, പൊന്നിയാണോ എന്നിങ്ങനെ സത്യഭാമ ഇങ്ങനെ ചുറ്റും നോക്കിയാണ്. അടുക്കളക്കാരി എന്ന് പറയുന്നുണ്ട്. അന്നേരം അടുക്കള ജോലിക്ക് വരുന്ന പൊന്നിയല്ല, വേറൊരാളുണ്ടല്ലോ, ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പാറുക്കുട്ടി അകത്തു നിന്നും ഉറക്കമുണർന്ന് കരയുകയാണ്. തുടർന്ന് ആ കക്ഷിയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് അത് പ്രീതിയുടെ മോളാണ് പാറുക്കുട്ടി എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആൾക്ക് എത്ര വയസ്സായി എന്ന് ഡോക്ടർ തിരക്കുകയാണ്. അന്നേരം വയസ്സൊന്നും ആയിട്ടില്ല, 3 മാസമേ ആയിട്ടുള്ളൂ, കുഞ്ഞ് കരയുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, അപ്പോൾ ഇനി പ്രീതിയെ ചികിത്സിക്കാൻ പോകുന്നത് ഡോക്ടർ അബ്ദുൽ ഖാദർ അല്ല, അവളുടെ 3 മാസം പോലും തികയാത്ത മകളാണ് ചികിത്സിക്കാൻ പോയിരുന്നത്, പാറുക്കുട്ടി എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഡോക്ടറും എല്ലാവരും കൂടി പ്രീതിയുടെ അടുത്തേക്ക് റൂമിലേക്ക് എത്തുകയാണ്. തുടർന്ന് പ്രീതിയുടെ കണ്ണൊക്കെ അങ്ങ് തുറന്ന് പിടിച്ച് പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുകയാണ്, എല്ലാവരിൽ നിന്നും ഒരു നിശബ്ദമായ സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇവിടെ പ്രീതിയും കുഞ്ഞും അർജുനും മാത്രമായൊരു ലോകം എന്ന് പറഞ്ഞിട്ട് അർജുനോട് ചോദിക്കുകയാണ്, പ്രീതിയോട് സംസാരിക്കണം, പ്രീതി ആദ്യമായിട്ട് കണ്ട സന്ദർഭമൊക്കെ ഓർമ്മയുണ്ടല്ലോ, മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അർജുൻ ഇങ്ങനെ തലയാട്ടുകയാണ്. അന്നേരം തലയാട്ടിയാൽ പോരാ, പ്രീതിയെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ് സംസാരിക്കണം എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു അർജുനോട് ചെല്ലാൻ പറയുകയാണ്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക്, കട്ടിലിൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തി അർജുൻ ഇരിക്കുകയാണ്. കുഞ്ഞിനെ ബെഡിലേക്ക് പ്രീതിയുടെ അടുത്തേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇനി സംസാരിച്ചോളൂ എന്ന് ഡോക്ടർ പറയുകയാണ്. അന്നേരം ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ആദ്യം കണ്ടത് മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കണം, ഒന്നും വിട്ടുപോകരുതെന്ന് ഡോക്ടർ പറയുകയാണ്. തുടർന്ന് അർജുൻ പ്രീതിയുടെ അടുക്കലേക്ക് ഇരുന്ന് ആദ്യം കണ്ടത് മുതൽ, കോളേജ് ക്യാമ്പസിൽ വെച്ച്, വരാന്തയിൽ വെച്ച്, ഇടനാഴിയിൽ വെച്ച് കണ്ട കാര്യങ്ങളും അന്ന് പരസ്പരം മൈൻഡ് ചെയ്യാതെ പോയതും പിന്നീട് പരിചയപ്പെട്ടതും സുഹൃത്തുക്കളായതും ഒക്കെ കാര്യങ്ങളൊക്കെ അർജുൻ അങ്ങ് വേദനയോടുകൂടി സംസാരിക്കുകയാണ്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർക്കും വിഷ്ണുവിനും ശാലിനിക്കും സത്യഭാമയ്ക്കും ഡോക്ടർക്കും എല്ലാവർക്കും അങ്ങ് സങ്കടമാവുകയാണ്. തുടർന്നും അർജുൻ അങ്ങ് സംസാരിക്കുകയാണ്, ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാൻ വരാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ, പക്ഷേ ദൈവം വിധി നമ്മളെ ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് ചേർത്ത് വെച്ചത്, പക്ഷേ നിന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ പ്രീതി, നീ ഓർക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് അർജുൻ അങ്ങ് പൊട്ടിക്കരയുകയാണ്. പക്ഷെ ഇതെല്ലാം പ്രീതി കേൾക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ്റെ ആ സങ്കടാവസ്ഥയായ കരച്ചിൽ കാണുമ്പോൾ എല്ലാവർക്കും ആകെ സങ്കടകരമായ ഒരു സന്ദർഭമാണത്. തുടർന്ന് അർജുൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ വിഷ്ണു ഡോക്ടറോട് പറയുകയാണ്, സംസാരിക്കാൻ
പറഞ്ഞിട്ട് ഇതിപ്പോൾ കരയല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ കരച്ചിലും ചില സമയങ്ങളിൽ ഔഷധം തന്നെയാണ്. കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും രോഗിക്കും എല്ലാം അങ്ങനെ തന്നെയാണ്. അയാൾ കരയട്ടെ എന്ന് പറയുകയാണ്. അതേസമയം അർജുൻ അങ്ങ് പൊട്ടി കരയുകയാണ്. നീ ഉണർന്ന് നോക്ക്, നമ്മളെ കുഞ്ഞിനെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് പ്രീതിയോട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അതേസമയം സുസ്മിത ചിന്തിക്കുകയാണ്, ഇതായിരുന്നു ഇയാളുടെ വലിയ ട്രീറ്റ്മെൻറ്റ്, വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു എന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് അങ്ങ് ടെൻഷൻ മാറുകയാണ്. ഇതേസമയവും അർജുൻ പ്രീതിയോട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്കൂ പ്രീതി, പാറുക്കുട്ടി എന്ത് പിഴച്ചു, അവളെ ഒരു രാജകുമാരിയെ പോലെ വളർത്തണമെന്നായിരുന്നില്ലേ നമുക്ക്, എന്നിട്ടിപ്പോൾ അവളിപ്പോൾ ഒരു തികച്ചും അനാഥയായിട്ട് മാറിയിരിക്കുന്നു, അവൾക്കിപ്പോൾ അമ്മയുടെ ചൂടും പാലും ഒന്നുമില്ല, കണ്ണ് തുറന്ന് നമ്മുടെ മോളെ ഒന്ന് നോക്ക്, അവളെ ചേർത്ത് പിടിച്ചൊരു മുത്തം കൊടുക്ക് എന്നൊക്കെ അങ്ങ് അർജുൻ അങ്ങ് പറയുമ്പോൾ പ്രീതിയുടെ കണ്ണിൽ നിന്നും അങ്ങ് കണ്ണീരൊഴുകുകയാണ്. അന്നേരം എല്ലാവരും അങ്ങ് സങ്കടത്തോടെ നിൽക്കുമ്പോൾ സുസ്മിത ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതേസമയം കുഞ്ഞിൻ്റെ കാല് കൊണ്ട് പ്രീതിയുടെ കൈ ഇങ്ങനെ തട്ടുന്നുണ്ട്. തുടർന്ന് ഉണര് പ്രീതി ഉണര് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യാന്നും പറഞ്ഞ് അർജുനങ്ങ് പൊട്ടി കരയുമ്പോൾ പ്രീതി തൻ്റെ വിരലുകൾ ഇങ്ങനെ ചെറുതായിട്ട് അനക്കുകയും കണ്ണൊക്കെ ഇമ വെട്ടുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അത് കാണുകയാണ്. വിഷ്ണു ഡോക്ടർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതേസമയം സത്യഭാമയും പിന്നെ ശാലിനിയും ഒക്കെ അത് കാണുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുകയാണ്, കമോൺ അർജുൻ കമോൺ, അവളെ മടക്കി വിളിക്ക്, സംസാരിക്കുക എന്ന് പറഞ്ഞ് അർജുനോട് വീണ്ടും സംസാരിക്കാനായിട്ട് ഡോക്ടർ പറയുകയാണ്. അതേസമയം അത് കണ്ട് ആകെ അങ്ങ് ടെൻഷനായി അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് എല്ലാവരും ചേർന്ന് വിളിക്കാനായിട്ട് ഡോക്ടർ പറയുകയാണ്. അന്നേരം മോളെ പ്രീതി ഇന്ന് സത്യഭാമയും രാഘവൻ നായരും മോളെ ഏട്ടനാ വിളിക്കുന്നത്, ഉണര് എഴുന്നേൽക്കുന്നൊക്കെ വിഷ്ണുവും വിളിക്കുകയാണ്. അതേപോലെ അർജുനും വിളിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതി എഴുന്നേൽക്ക്, നമ്മുടെ മോളെ ഒന്ന് നോക്ക്, പാറുക്കുട്ടി ഒന്ന് നോക്ക് എന്നൊക്കെ ശാലിനിയും പ്രീതിയുടെ അടുത്തേക്ക് ഇരുന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ആകെ ടെൻഷനാവുകയാണ്. ദൈവമേ, ഇത് കൈവിട്ട് പോകുന്ന കേസാണല്ലോ, ഇവൾ ഉണർന്നാലും എല്ലാം പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ ഒന്ന് എടുക്ക് പ്രീതിക്ക് ഉണര് പ്രീതി എന്നൊക്കെ ഡോക്ടർ അങ്ങ് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് എല്ലാവരും കൂടി പ്രീതി അങ്ങ് എഴുന്നേൽക്കാനായിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, അപ്പോൾ കുഞ്ഞാണ് ഇയാളുടെ പിടിവള്ളി. അപ്പോൾ ആ ശ്രദ്ധ തിരിക്കാനായിട്ട് പെട്ടെന്ന് സുസ്മിത പറയുകയാണ്, ഡോക്ടർ ദേ കുഞ്ഞ് വല്ലാതെ പേടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം മിണ്ടരുത് എന്നിങ്ങനെ ഡോക്ടർ ഇങ്ങനെ സുസ്മിതയുടെ ആംഗ്യം കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ടെമ്പോ വിടരുത്, ഇങ്ങനെ ഒരേ സ്വരത്തിൽ എല്ലാവരും കൂടി വിളിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ വിളിക്കുമ്പോൾ പ്രീതി ഇങ്ങനെ കൈ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്, മുഖമൊക്കെ അനക്കുന്നുണ്ട്, ഞരമ്പൊക്കെ അങ്ങ് വലിയാണ്. തുടർന്ന് ഒരു നിമിഷം സുസ്മിത പഞ്ചകൈലാസത്തിൽ രോഹിതിനെ തള്ളിയിട്ടതും പ്രീതി കണ്ടതും പ്രീതിയുടെ തല ഇടിച്ചതുമൊക്കെ സംഭവങ്ങൾ ഓർത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ നോക്കിയിരിക്കുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പാൽക്കുപ്പി സുസ്മിത ശ്രദ്ധിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് പോയ പാൽക്കുപ്പി ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് പ്രീതിയുടെ അടുത്തുനിന്ന് എല്ലാവരെയും അങ്ങ് തള്ളി മാറ്റുകയാണ്. അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ശാലിനിയെയും അർജുനെയും ഒക്കെ മാറ്റിയിട്ട് കുടിച്ചോ വാവയെന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ വായിലേക്ക് അങ്ങ് പാൽക്കുപ്പി വെച്ച് വിടുകയാണ്. കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടോ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുഞ്ഞിനെ പേടിപ്പിക്കുകയാണ്, കുടിച്ചോ വാവയെന്നും പറഞ്ഞ് അങ്ങ് കൊടുക്കുകയാണ് പാൽക്കുപ്പി. ഒരു നിമിഷം അത്രയും നേരം ആ പ്രീതിയെ ഉണർത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്ന ശ്രമം എല്ലാം അവിടെ വിഫലമാകുകയാണ്. അന്നേരം വിഷ്ണുവിനും ഡോക്ടർക്കും ശാലിനിക്കും ഭാമയ്ക്കും ഒക്കെ അങ്ങ് ദേഷ്യം വരികയാണ്. രാഘവൻ നായർക്കും ഒക്കെ ദേഷ്യം വരുന്നുണ്ട് സുസ്മിതയുടെ പ്രവൃത്തിയിൽ. തുടർന്ന് പ്രീതിയെ നോക്കുമ്പോൾ പ്രീതി വീണ്ടും പഴയ അവസ്ഥയിൽ നിശ്ചലമായിട്ട് അങ്ങ് കിടക്കുകയാണ്. എന്നിട്ട് സത്യഭാമ മോളെ എന്ന് വിളിക്കുമ്പോഴും ഒരനക്കവുമില്ലാതെ പ്രീതി കിടക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. കുടിച്ചോ വാവയെന്നും പറഞ്ഞ് അങ്ങ് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. തുടർന്ന് ഇയാൾ എന്തുവായി കാണിച്ചതെന്നും പറഞ്ഞ് ഡോക്ടർ സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം അല്ല, ഞാൻ കുഞ്ഞിന് പാല് എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുന്ന ഡോക്ടർ സുസ്മിതയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം എല്ലാവരും ഒരു നിമിഷം അങ്ങ് അന്തം വിടുകയാണ്. സത്യഭാമ അങ്ങ് വായിൽ കൈ വയ്ക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനും അർജുനും ശാലിനിക്കും രാഘവൻ നായർക്കും ഒക്കെ അത് കണ്ടങ്ങ് സന്തോഷമാവുകയാണ്. അതവർക്ക് വേണം എന്നുള്ളൊരു ചിന്തയിൽ അവർ നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടർ എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ കവിളിൽ കൈയും വെച്ച് നിൽക്കുമ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. സുസ്മിതയ്ക്ക് നേരെ ഗെറ്റ് ഔട്ട് പറയുമ്പോൾ ആകെ ദേഷ്യപ്പെട്ട് സുസ്മിത അങ്ങ് പോവുകയാണ്. തുടർന്ന് പ്രീതിയുടെ അവസ്ഥ വീണ്ടും കാണുന്ന ഡോക്ടർ അങ്ങ് ആകെ നിരാശനാവുകയും ഡോക്ടർ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതേസമയം പുറത്തേക്ക് ദേഷ്യത്തോടെ പോയ സുസ്മിത ആ ബാൽക്കണിയിലേക്ക് ഇരുന്ന ശേഷം കവിളിലിങ്ങനെ തടവിയിട്ട് അങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. തൻ്റെ ശ്രമം അവിടെ വിജയിച്ചല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് അട്ടഹസിച്ച് ഇറക്കി ചിരിക്കുന്നുണ്ട്. തുടർന്ന് അതേ സമയം അവിടെ എല്ലാവരും അങ്ങ് സങ്കടത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഡോക്ടർക്ക് സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നിന്നും കാണിച്ചത്. ഡോക്ടർക്ക് സുസ്മിതയെ മനസ്സിലായി കഴിയുകയും ചെയ്തു. അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.